കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള എല്ലാ പരിശീലകന്മാരുടെയും പട്ടികയൊന്ന് നോക്കിയാൽ അതിൽ പൊസിഷൻ ബേസ്ഡ് ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയ ചുരുക്കം ചില പരിശീലകരെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം ഒരുപാട് പേര് വന്നുപോയ ഒരു പൊസിഷനാണിത്. സോ അതിൽ തന്നെ വളരെ ചുരുക്കം പരിശീലകരാണ് പൊസിഷൻ ബേസ്ഡ് ഫിലോസഫിയുമായി ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. ആദ്യമായി ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഈ ഒരു കളിശയിൽ പന്ത് തട്ടാൻ ശ്രമിച്ചത് 2019 സീസണിൽ എൽക്കോ ഷട്ടോറി ആയിരുന്നു. അതിനുശേഷം 2020-21 സീസണിൽ കിബു വിക്കൂന വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഈ ഒരു പൊസിഷൻ ബേസ്ഡ് ഫിലോസഫി കേരള ബ്ലാസ്റ്റേഴ്സിൽ സക്സസ് ആയിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ രണ്ട് പരിശീലകർക്കും അവർക്ക് വേണ്ട റൈറ്റ് പ്ലെയേഴ്സിനെ, അവരുടെ ടാക്ടിക്കൽ സിസ്റ്റത്തിന് സൂട്ടാവുന്ന റൈറ്റ് പ്ലെയേഴ്സിനെ കൊടുക്കാത്തത് കൊണ്ടാണ്. എല്ലാ സൈനിങ്സും മാനേജ്മെന്റിന്റെ ഡിസിഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് കോച്ചിന് യാതൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഒരുപാട് സീസണുകൾക്ക് ശേഷം വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പൊസിഷൻ ബേസ്ഡ് ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. നൗ ദിസ് ടൈം അത് ഡേവിഡ് കട്ടാളയിലൂടെ ആയിരിക്കും ഈ ഒരു പൊസിഷൻ ബേസ്ഡ് ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് വേണ്ട താരങ്ങളെ മാനേജ്മെന്റ് ഇത്തവണയും കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കിബു വിക്കൂനയ്ക്കും എൽക്കോ ഷട്ടോറിക്കും സംഭവിച്ചതുപോലെ തന്നെ ഒരു ദുരന്തപൂർണമായ സീസൺ പര്യവസാനമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ട്രാൻസ്ഫർ വിൻഡോ ഔദ്യോഗികമായി തന്നെ ജൂൺ 12 ഓപ്പൺ ആവുകയാണ്. ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത ഒരേ ഒരു ഇന്ത്യൻ സൈനിങ് മാത്രമാണുള്ളത്. അത് അമേർ റണാവഡയുടേതാണ്. അമേർ റണാവഡയുടെ സൈനിങ് പോലും പരിശീലകൻ ഡേവിഡ് കട്ടാളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ പൂർത്തിയാക്കിയതൊന്നാണ്. സോ ഇനിയുള്ള സൈനിങ്സ് എങ്കിലും ഡേവിഡ് കട്ടാളയുടെ സിസ്റ്റത്തിന് സ്യൂട്ടാവുന്ന റൈറ്റ് പ്ലെയേഴ്സിനെ മാനേജ്മെന്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് 3ാം തവണയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചിട്ട് പരാജയമാവുന്നത്. എനിവേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. സോ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ആയിരിക്കും. ബൈ.